2 മിനിറ്റ് മുമ്പാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തീർത്തതിന് 2 മിനിറ്റ് മുമ്പ് ഇന്ന് തീർക്കാനും കഴിയുമായിരിക്കും. ഈ സീതയും രാമനുമെല്ലാം നമുക്ക് അറിയാവുന്ന അനശ്വര കഥാപാത്രങ്ങളാണ്. എന്നാൽ സീതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതുപോലൊരു സ്ത്രീ കഥാപാത്രം ചരിത്രത്തിലോ സാഹിത്യത്തിലോ കണ്ടെത്താൻ പ്രയാസമാണ്. അത് ഏറ്റവും ഭംഗിയായി പറഞ്ഞത് വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ പറഞ്ഞത്, രാമന്മാർ ഒരുപാടുണ്ടാവാം, അധികാരത്തിൽ ആദർശ ശുദ്ധി കൊണ്ട് വിട്ടൊഴിഞ്ഞ് ജീവിക്കുന്ന രാമന്മാരുണ്ടാവാം. പക്ഷെ സീത ഒന്നേ ഉള്ളൂ. അത് വാൽമീകിയുടെ സീതയ്ക്ക് തുല്യമായ മറ്റൊരാൾ ചരിത്രത്തിലോ സാഹിത്യത്തിലോ ഇല്ല. അങ്ങനെ ഒരു കഥാപാത്രം സത്യത്തിൽ വാൽമീകിയുടെ മാനസപുത്രിയാണ്. ആ മാനസപുത്രിയായ കഥാപാത്രത്തെ സൃഷ്ടിച്ചു എന്നതാണ് വാൽമീകിയെ തന്നെ അനശ്വരനായ കവിയാക്കുന്നത്. അതുപോലെ ഒരു ആൺ കഥാപാത്രത്തെ വ്യാസനും സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനെ പോലെ മറ്റൊരു പുരുഷ കഥാപാത്രം ലോക സാഹിത്യത്തിലില്ല. അപ്പൊ ഈ വ്യാസനും വാൽമീകിയും, വാൽമീകി സൃഷ്ടിച്ചത് ഒരു മാനസപുത്രിയാണ്, വ്യാസൻ സൃഷ്ടിച്ചത് ഒരു പുരുഷ കഥാപാത്രത്തെയാണ്. വിവേകാനന്ദൻ പറഞ്ഞത്, സീതയെ കണ്ടുപോകാം, പക്ഷേ കൊണ്ടുപോകാൻ പറ്റുകയില്ല. അത്ര ഉയരത്തിലാണ് സീത. ലോകത്തിലുള്ള എല്ലാ പൂക്കളും ചേർന്നൊരു പൂവായാൽ അത് സീതയാണ്. അത് കൊണ്ട് സീത ഒരു പൂവല്ല, എല്ലാ പൂക്കളും ചേർന്നുണ്ടാകുന്ന ഒരു പൂവുണ്ടെങ്കിൽ ആ പൂവാണ്. സീതയെ നമുക്കറിയാം. ജനക മഹാരാജാവിൻ്റെ കർഷകരായ ആളുകൾ കൃഷിക്ക് വേണ്ടി നിലം ഉഴുതപ്പോഴാണ് സീത എന്ന കുഞ്ഞിനെ കണ്ടെത്തി. അപ്പം മണ്ണിൽ നിന്ന് കിട്ടിയതാണ്. സീതയുടെ അച്ഛനാര് അമ്മയാര് എന്ന ചോദ്യത്തിനൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ട്. രാവണന്റെ തന്നെ മാനഭംഗത്തിനിരയായ വേദവതിയുടെ അടുത്ത ജന്മമാണ് സീത എന്ന് പറയുന്നവരുണ്ട്. ഈ പുത്രകാമേഷ്ടിയാഗം നടക്കുമ്പോൾ കൊണ്ടുവന്ന പായസത്തിൽ നിന്ന് ഒരു തുണ്ട് ഒരു പക്ഷി കൊത്തിക്കൊണ്ടുപോയി അത് വീണിടത്ത് നിന്ന് ഉണ്ടായ ഒരു സ്ത്രീയാണ് സീത എന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് തർക്കങ്ങളുണ്ട്. വാൽമീകി എന്തുകൊണ്ടോ ഉത്തരവാദിത്വമുള്ള ഒരു അച്ഛനെയോ അമ്മയെയോ സീതയ്ക്ക് കൊടുത്തില്ല, കൊടുക്കാൻ പാടില്ലെന്ന് കവി നിശ്ചയിച്ചു. ഒരു മണ്ണിന്റെ പുത്രിക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും ശാലീനതയും സീതയ്ക്ക് കൊടുക്കണമെങ്കിൽ സീതയ്ക്ക് ഒരു അച്ഛനെ കൊടുക്കാൻ പാടില്ല, സീതയ്ക്ക് ഒരു അമ്മയെ കൊടുക്കാൻ പാടില്ല. ഒരു വളർത്തച്ഛനെയും വളർത്തമ്മയെയുമേ കൊടുക്കാം. ഇപ്പോൾ ഒരു ബൈബിൾ വാക്യമുണ്ട്, ടീച്ചർക്കൊക്കെ ഒരുപാട് അറിയാമായി. അതായത് നമ്മളെല്ലാം ഭൂമിയിൽ നിന്ന് വന്ന് ഭൂമിയിലേക്ക് പോകുന്നവരാണ്. സത്യത്തിൽ
വാൽമീകി അതാണ് ചെയ്തത്. സീത ഭൂമിയിൽ നിന്ന് വന്ന് ഭൂമിയിലേക്ക് തിരിച്ചു പോയവൾ. അപ്പൊ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് കണ്ടെത്തി ഭൂമിക്ക് തന്നെ അവസാനം വിട്ടുകൊടുത്ത സീതയ്ക്ക് വാൽമീകി അല്ലാതെ വാൽമീകി ഉത്തരവാദിത്തപ്പെട്ട ഒരു അച്ഛനെയോ അമ്മയെയോ നൽകുന്നില്ല. ആ കഥാപാത്രത്തിന് അങ്ങനെ നൽകിപ്പോയിരുന്നെങ്കിൽ ഈ വിവേകാനന്ദൻ പറഞ്ഞ മറ്റൊരാൾ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്ന തരത്തിൽ സീത ഈ അപൂർവമായ ഒറ്റപ്പെട്ട ഒന്ന് അല്ലാതായി പോകുമായിരുന്നു. അത് പാടില്ല എന്ന് ഋഷിയായ കവി കരുതി. അതുകൊണ്ട് മണ്ണിൽ നിന്ന് ഉഴുതവന് കിട്ടി. ആ ഭൂമി രാജാവിനുള്ളതായതുകൊണ്ട് അവർ രാജാവിന് നൽകി. രാജാവ് വളർത്തി. അതാണ് സീത. സീത എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു സംഭവം വാൽമീകി പറയുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു സംഭവം, സീത മറ്റ് 3 പെൺകുട്ടികളോടൊപ്പമാണ് കൊട്ടാരത്തിൽ കഴിഞ്ഞത്. ജനകന്റെയും ജനക സഹോദരന്റെയും പുത്രിമാരായിരുന്നു അവർ. അവരുടെ മൂത്തയാളെന്ന നിലയിൽ അവരെ നയിച്ചതും അവരെ നിയന്ത്രിച്ചതും സീതയാണ്. ജനകൻ വളർത്തിയത് കൊണ്ട് അവൾ ജാനകിയായി, മിഥില നഗരത്തിലുള്ളത് കൊണ്ട് മൈഥിലിയായി, വൈദേഹ രാജ്യത്തുള്ളത് കൊണ്ട് വൈദേഹിയായി. അവൾ ഒരു ദിവസം കുട്ടികൾ മാല കോർക്കാനിരുന്നപ്പോൾ മാല കോർക്കാനുള്ള പൂക്കൾ ശരിക്ക് കിട്ടുന്നില്ല. അപ്പൊ പൂക്കൾ തേടി കുട്ടികൾ ഇങ്ങനെ പുറത്തു നോക്കുമ്പോൾ താഴെയൊന്നും പൂക്കളില്ല. എന്നാൽ ഒരു വലിയ മരത്തിൻ്റെ ഉയരെയുള്ള കമ്പുകളിൽ പടർന്ന് പന്തലിച്ച ഒരു വള്ളിച്ചെടിയിൽ ഒരുപാട് പൂക്കളുണ്ട്. പക്ഷേ ആ പൂക്കൾ താഴെ എത്തണമെങ്കിൽ കുട്ടികൾക്ക് അതിന് കഴിയുന്ന ഒരു സൗകര്യവും അവരെ കൈവശമില്ല. അവർക്ക് ആ വലിയ മരത്തിൽ കയറാനും പറ്റുകയില്ല. അപ്പോൾ ആ കുട്ടികൾക്ക് അവരാഗ്രഹിച്ച തരത്തിലൊരു മാല കെട്ടാനുള്ള പൂക്കൾ കിട്ടാനില്ലാത്തത് കൊണ്ടുള്ള സങ്കടം സീത കണ്ടു. സീത അകത്ത് വെച്ചിരിക്കുന്ന ശൈവചാപം, അത് ഇരുമ്പ് വില്ലാണ്, അത് എടുത്തുകൊണ്ടുവന്നു. ഒരു ഉത്തമനായ യോദ്ധാവിന് പോലും എടുക്കാൻ പറ്റാത്ത ശാപമാണത്. അതാണ് സീത എടുത്തുകൊണ്ടുവന്നത്. ഇത് ജനകൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സീത കുറച്ച് അമ്പും കൊണ്ടുവന്നു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ പൂക്കൾ പിറക്കി എടുത്തുകൊള്ളണം, ഞാനിപ്പോൾ വീട്ടാം. സീത അമ്പ് ചെയ്തു. അമ്പ് പൂക്കളിൽ അതിൻ്റെ ഞെട്ടിൽ തന്നെയാണ് കൊള്ളുന്നത്. കമ്പിൽ കൊണ്ടില്ല, ഇലയിൽ കൊണ്ടില്ല. ആ പൂക്കൾക്ക് കേടുവന്നില്ല. ഇങ്ങനെ പൂക്കൾ വീണുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം സഹോദരിമാർ വിളിച്ചു പറഞ്ഞു, മതിയായി, ഇതുകൊണ്ട് നമുക്ക് മാല കെട്ടാം. ഇത് ജനകൻ കണ്ടു. അപ്പോൾ ജനകന് തോന്നി ഇതൊരു സൂചനയാണ്, ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. സീത അപൂർവ സുന്ദരിയാണ്. അപൂർവ സുന്ദരിയായ ഒരു പെണ്ണിനെ കാത്തു രക്ഷിക്കാൻ യോഗ്യതയില്ലാത്തവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അത് പ്രശ്നമാവും. ഈ പെണ്ണും മണ്ണും നല്ലതാണെങ്കിൽ നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സീതയുടെ സൗന്ദര്യം കാത്തു രക്ഷിക്കുന്ന ഒരാളെ കണ്ടെത്താനുള്ള ഒരു സന്ദേശം ഈ വില്ലെടുത്ത സീതയുടെ പ്രവർത്തനത്തിൽ അടങ്ങിയിരിപ്പുണ്ട്.
അതുകൊണ്ടാണ് ജനക മഹാരാജാവ് തൻ്റെ അത്യാവശ്യം ഉപദേശം തരുന്നവരെയും പുരോഹിതന്മാരെയും എല്ലാം വിളിച്ച് എന്താണ് ഇതിൻ്റെ സന്ദേശം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സന്ദേശം ഈ വില്ലൊടിക്കുന്നവന് സീതയെ നൽകാം എന്നതായിരിക്കും. അങ്ങനെ സീത എന്ന സുന്ദരിയെ, അവളുടെ സൗന്ദര്യത്തെയും സൽസ്വഭാവത്തെയും നന്മയെയുമെല്ലാം കാത്തു രക്ഷിക്കാൻ കഴിയുന്ന ഒരാൾക്ക് സീതയെ നൽകാൻ ഒരു ഉപാധി വെച്ചത് ഈ വില്ലൊടിക്കണമെന്നാണ്. നമ്മുടെയും നാട്ടിലെ ഇപ്പോഴത്തെ സുന്ദരിമാരായ പഠിപ്പുള്ള സൽസ്വഭാവമുള്ള പെൺകുട്ടികളെ ആരെ കയ്യിൽ ഏൽപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന അച്ഛനമ്മമാരുടെ വേദനയാണ് ഒരുപക്ഷെ സമൂഹത്തിലെ ഏറ്റവും വലിയ വേദന. പക്ഷേ ഇപ്പം ഏൽപ്പിക്കുന്നതിൽ വലിയ പങ്ക് നടപ്പാക്കാൻ പറ്റുന്നില്ല. ശരിയായ ആളെ കണ്ടെത്താൻ നമുക്കിപ്പോഴും കഴിയുന്നില്ലെങ്കിൽ, അന്ന് ജനകൻ ഒരു തത്വചിന്തകൻ കൂടിയായിരുന്നു, സൽസ്വഭാവി കൂടിയായിരുന്നു. ആ ജനകൻ തൻ്റെ മകളെ, അവളെ ഭാവിയെ ഓർത്ത് ഈ വില്ലൊടിക്കുന്ന ഒരു വീരനെ സീതയെ നൽകാൻ നിശ്ചയിച്ചു. അങ്ങനെയാണ് ആ മത്സരക്കളം ഒരുങ്ങുന്നത്. പക്ഷേ വന്നവർക്കൊന്നും വില്ലൊടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം വിശ്വാമിത്രനോടൊപ്പം ശ്രീരാമനും ലക്ഷ്മണനും ജനകന്റെ കൊട്ടാരത്തിലെത്തുന്നത്. സീതയെ രാമൻ കാണുന്നതും വാൽമീകി വർണ്ണിച്ചിരിക്കുന്നത് ഒരു പ്രത്യേകതയോട് കൂടിയാണ്. സീത മുകളിൽ നിൽക്കുമ്പോൾ താഴെ വളരെ പളുങ്ക് പോലെയുള്ള ജലം നിറഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ കുളമുണ്ട് മുറ്റത്തിനടുത്ത്. ആ കുളം കണ്ണാടി പോലെ ജലമാണ്. അതിൽ ഒരു മനോഹരമായ രൂപം രാമൻ നോക്കുമ്പോൾ കണ്ടു. അതുവരെ രാമൻ കാണാത്ത, രാമൻ കൗമാരം ഏതാണ്ട് കഴിഞ്ഞ് യൗവനത്തിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന ആളാണ്. അതുവരെ കാണാത്ത ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയുടെ മുഖമാണ് ആ കുളത്തിൽ തെളിഞ്ഞു കണ്ടത്. അപ്പൊ രാമന് മനസ്സിലായി, ഇത് മുകളിൽ നിൽക്കുന്ന ഏതോ പെൺകുട്ടിയുടെ മുഖമാണ്. ആ കുളത്തിൽ പ്രതിഫലിച്ച മുഖത്തെ കാണാതിരിക്കാൻ രാമന് പറ്റുകയല്ല. അതാരാണെന്ന് നോക്കിയേ പറ്റൂ. അത്ര സൗന്ദര്യമുള്ള മുഖമാണ്. അപ്പൊ രാമൻ മുകളിലേക്ക് നോക്കി. മുകളിലേക്ക് നോക്കിയപ്പോൾ സീതയെ കണ്ടു. അപ്പൊ പരസ്പരം കണ്ടപ്പോൾ സ്വാഭാവികമായി സീതയ്ക്ക് രാമനെ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായാലൊരു നാണം വരും. അപ്പൊ സീത നാണം കൊണ്ട് പിറകോട്ട് മാറി. പിന്നെയാണ് സീത അറിയുന്നത് ഇത് ദശരഥന്റെ പുത്രൻ രാമനാണെന്ന്. അപ്പൊ അവിടെ വാൽമീകി നിലനിർത്തുന്നത് ആദ്യം കാണുമ്പോൾ സീത മുകളിലാണ്, രണ്ടാമത്തെ നിലയിലാണ്, രാമൻ താഴെയാണ്, മണ്ണിലാണ്. ഇങ്ങനെയാണ്. അപ്പൊ ഈ കവിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാത്തിലും ഒരുപാട് സൂചന തരും. ഇത് പിന്നെ ലോകത്ത് അങ്ങനെ തന്നിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നുന്നത്, ഇത്ര മഹത്തരമായ സൂചനകൾ തന്നിട്ടുള്ളത് ഷേക്സ്പിയറാണ്. അപ്പൊ ഇങ്ങനെ എല്ലാത്തിലും സൂചന തരുന്ന ഒരു കവി, ഇതൊരു ഋഷിയായ കവിക്ക് പറ്റൂ. നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ ഇത്രത്തോളം നമുക്ക് സൂചനകൾ തരാൻ പറ്റുകയില്ല. അപ്പൊ അത് കഴിഞ്ഞാണ് വിശ്വാമിത്രൻ ജനകനോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ ഈ ശ്രീരാമന് ഈ വില്ലൊന്ന് കാണാൻ സൗകര്യം കൊടുക്കുമെന്ന് ചോദിച്ചു. കണ്ടോളാൻ പറഞ്ഞു. കണ്ടപ്പോൾ ഇതൊന്ന് കുലയ്ക്കാൻ, ഒടിക്കാൻ ഒന്ന് പരീക്ഷണത്തിന് സന്ദർഭം ഒരുക്കുമെന്ന് ചോദിച്ചു. കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുള്ള സന്ദർഭം ഒരുങ്ങി. രാമൻ വില്ലൊടിക്കുകയാണ്. രാമൻ വില്ലൊടിച്ചപ്പോൾ ലോകം നടുങ്ങിയെന്നാണ്. ലോകം നടുങ്ങിയ
നേരത്ത് നടുങ്ങാതിരുന്ന് അകത്ത് ആഘോഷത്തിൻ്റെ പൂക്കൾ ചിതറും വിധം സന്തോഷം വന്നത് സീതയ്ക്കാണ്. കാരണം സീത ഈ വില്ല് ഇയാൾ ഒടിക്കണം എന്ന് ആഗ്രഹിച്ചു. ഈ കണ്ടപ്പോൾ തന്നെ രാമന് സീതയെ കിട്ടാൻ ഈ വില്ലൊടിക്കാൻ രാമനും ആഗ്രഹിച്ചു. ആ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാമൻ്റെ എല്ലാ ശ്രദ്ധയും സൂക്ഷ്മതയും വില്ലൊടിക്കാൻ വേണ്ടി അതിൽ നിക്ഷേപിച്ചു. സീതയാണെങ്കിൽ അങ്ങനെ എല്ലാം വില്ലിൽ നിക്ഷേപിച്ചിരിക്കുന്ന രാമനെ നോക്കി കൃത്യമായി രാമനെ കണ്ടു. ഇത് പാഞ്ചാലിയും അർജുനനും തമ്മിൽ കണ്ടപ്പോഴും അങ്ങനെയാണ്. ഈ നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിനെയും കാണാൻ പറ്റിയല്ല, പെണ്ണിന് ആണിനെയും കാണാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് പിന്നെ അവർ ഒരുപാട് തർക്കത്തിലൊക്കെ ഏർപ്പെടുന്നത്. കാരണം ഈ കാണാൻ നേരത്ത് കാണാൻ പറ്റിയല്ല. ഇവിടെ എങ്ങനെയല്ല, രാമൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഈ വില്ലൊടിച്ചാലേ സീതയെ കിട്ടൂ, അതുകൊണ്ട് അയാൾ ഒടിച്ചു. സീതയ്ക്കാണെങ്കിൽ ഇയാളുടെ കരുത്ത് മാത്രമല്ല, ഇയാളുടെ എല്ലാ സ്വഭാവങ്ങളും ആ സമയത്ത് അയാളിൽ കാണാൻ പറ്റും. അയാൾ നേരെ നോക്കിയാൽ ഒരു പെണ്ണിന് മുഖത്ത് നോക്കി ഒരു ആണിൻ്റെ മുഖഭാവം മുഴുവൻ കാണാൻ പറ്റില്ല. അപ്പം രാമൻ സീതയ്ക്കുള്ളതായി. സ്വാഭാവികമായി ജനക മഹാരാജാവ് അയോധ്യയിൽ ആളെ അയച്ച് ദശരഥ മഹാരാജാവിനെ വരുത്തി. അപ്പോൾ ആലോചനകൾക്ക് ശേഷം ഈ 4 പെൺകുട്ടികളെയും ദശരഥൻ്റെ 4 പുത്രന്മാർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ വിവാഹം നടക്കുന്നത്. വിവാഹം നടന്ന് സീതയും സഹോദരിമാരുമെല്ലാം ആദ്യം ദശരഥൻ പോയെങ്കിലും പിന്നെ അയോധ്യയിലെത്തി ആഘോഷപൂർവ്വം അവരെ സ്വീകരിച്ചു. അതിനുശേഷമാണ് സീത രാമനോടൊപ്പം കാട്ടിലേക്ക് പോകുന്നു. സീതയുടെ സൗന്ദര്യം രാമന് കാട്ടിൽ വെച്ചും പ്രശ്നമായി. രാവണൻ മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കിയത്. ദേവേന്ദ്രന്റെ മകൻ ഒരാളുണ്ട്, അയാളുടെ പേര് ജയന്തൻ എന്നാണ്. ഈ ജയന്തൻ അച്ഛൻ്റെ സ്വഭാവം തന്നെയാണ്. സുന്ദരിമാരായ സ്ത്രീകളെ കണ്ടാൽ അയാൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. രോഗത്തിന് പുള്ളി അടിമയായി പോകും. അവരെ കൈവശപ്പെടുത്തിയില്ലെങ്കിൽ പുള്ളിക്ക് എന്തോ നഷ്ടമായതുപോലാണ്. അങ്ങനെ പുള്ളി ആകാശത്തിലൂടെ ഒരിക്കൽ സഞ്ചരിക്കുമ്പോൾ കാട്ടിലൊരിടത്ത് അത്യാവശ്യം ആഹാര സാധനങ്ങൾ ഉണക്കി അത് നോക്കിയിരിക്കുന്ന സീതയെ കണ്ടെന്ന് മാത്രമല്ല, ക്ഷീണം കൊണ്ട് സീത ഇത് നോക്കിയിരിക്കുമ്പം സീതയുടെ മടിയിൽ തലവെച്ചുറങ്ങുന്ന രാമനെയും കണ്ടു. ഈ ജയന്തനാണെങ്കിൽ ഈ കാഴ്ച കണ്ടപ്പം സീതയോടുള്ള മോഹം അടക്കാൻ പറ്റുന്നില്ല. അപ്പൊ അയാൾക്ക് സീതയുടെ അടുത്ത് വന്നേ പറ്റൂ. ദേവേന്ദ്രപുത്രനാണ്. ഈ ദേവന്മാർക്കുള്ള ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ ഏത് വേഷവും കിട്ടാം. അത് ഈ ദേവന്മാർക്ക്, ഈ ഉയർന്ന ആളുകൾക്ക് ഉള്ള ഒരു പൊതു സ്വഭാവമാണ്. അത് ഏത് വേഷവും കിട്ടും. അപ്പം ദേവേന്ദ്രനും ഏത് വേഷവും കിട്ടും, ദേവേന്ദ്രന്റെ മോനും ഏത് വേഷവും കിട്ടും. ദേവന്മാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, വേഷം ഏതും കിട്ടാം. അപ്പൊ ഇയാൾ സീതയെ കാണാൻ രാമന്റെ സാന്നിധ്യത്തിൽ, രാമൻ ഉറങ്ങുകയാണെങ്കിലും ഇരിക്കുന്ന സീതയെ കാണാൻ കെട്ടിയ വേഷം ഒരു കാക്കയുടെ വേഷമാണ്. അങ്ങനെ ഒരു കാക്കയുടെ വേഷം കെട്ടി ഇയാൾ സീതയുടെ അടുത്ത് വന്നു. സീതയുടെ അടുത്ത് വന്നിട്ട് സീതയുടെ മുഖത്തും മാറിലുമൊക്കെ ഈ കാക്ക കൊത്തി ശല്യപ്പെടുത്താൻ ആരംഭിച്ചു. രാമൻ മടിയിൽ ഉറങ്ങുന്നത് കൊണ്ട് രാമന്റെ ഉറക്കം നഷ്ടപ്പെടുത്താതിരിക്കാൻ സീത ഇതെല്ലാം സഹിച്ചു. എന്നാലും ശല്യം കൂടി വന്നപ്പോൾ ഈ കാക്കയുടെ കൊത്ത് ശരീരത്തിലുണ്ടായ മുറിവിൽ നിന്ന് ചോര തുള്ളിത്തുള്ളിയായി മടിയിൽ ഉറങ്ങുന്ന രാമന്റെ മുഖത്ത് വീണു. മുഖത്ത് വീണപ്പോൾ സ്വാഭാവികമായി നനവ് തട്ടിയ രാമൻ ഉണർന്നു. രാമൻ ഉണർന്നു നോക്കുമ്പോൾ ഒരു കാക്ക സീതയെ വല്ലാതെ ആക്രമിക്കുകയാണ്. രാമൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇതൊരു വെറും കാക്കയല്ല.
രാമൻ അടുത്ത് നിന്നൊരു പുൽക്കൊടിയെടുത്ത് അഭിമന്ത്രണം ചെയ്ത് അതൊരമ്പാക്കി ഈ കാക്കയുടെ നേർക്ക് വിട്ടു. അപ്പൊ ജയന്തന് മനസ്സിലായി ഒരു പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. അയാൾ പറന്ന് സർവ്വദേവന്മാർക്ക് മുമ്പിലും അഭയം പ്രാപിച്ചു. എല്ലാവരും പറഞ്ഞു, ശ്രീരാമന്റെ അസ്ത്രമാണെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ശ്രീരാമനെ കഴിയും, അതുകൊണ്ട് നീ ശ്രീരാമനെ അഭയം പ്രാപിക്കുക. അയാൾ എവിടെയും രക്ഷ കിട്ടാതെ അഭയമില്ലാതെ പറന്ന് ശ്രീരാമന്റെ അരികിലെത്തി പറഞ്ഞു, മാപ്പാക്കണം, ഒരു തെറ്റു പറ്റി, എന്നെ രക്ഷിക്കണം. ശ്രീരാമൻ പറഞ്ഞു, നീ ഒരു കുറ്റം ചെയ്തു, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ ഒരു അമ്പ് അയച്ചു. എൻ്റെ അമ്പ് പാഴാവാൻ പറ്റുകയില്ല, കാരണം നിനക്കൊരു കുറ്റമുണ്ട്. ശിക്ഷ ഏതാണെന്ന് നിനക്ക് നിശ്ചയിക്കും. നിന്റെ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ അമ്പ് ഏറ്റുവാങ്ങിയേ പറ്റൂ. അത് എവിടമാണെന്ന് നിനക്ക് നിശ്ചയിക്കും. അപ്പോൾ ജയന്തൻ ആലോചിച്ച് ജയന്തൻ പറഞ്ഞത്, എൻ്റെ ഈ തെറ്റിനെല്ലാം കാരണമായത് എൻ്റെ കണ്ണാണ്. അതൊരു ശാസ്ത്രീയമായതാണ്. നമ്മളെ ഈ കണ്ണില്ലെങ്കിൽ നമ്മൾ എപ്പോഴേ രക്ഷപ്പെട്ടു. കണ്ണില്ലാത്തവർ ഒരു തെറ്റും ചെയ്തുകൊണ്ടാണ് ഗാന്ധാരി ഒരു തെറ്റും ചെയ്തില്ല. കണ്ണ് മൂടിക്കെട്ടിയതിന് ശേഷം നമുക്ക് ഈ കണ്ണ് പ്രശ്നമാണ്. അപ്പം ജയന്തൻ അത് സമ്മതിച്ചു. ജയന്തൻ പറഞ്ഞു, എൻ്റെ കണ്ണുകളാണ് എന്നെ ഈ വിധത്തിൽ എത്തിച്ചത്. അപ്പം അതുകൊണ്ട് എൻ്റെ കണ്ണിലൊന്നിൽ ഈ അമ്പ് ഏൽക്കട്ടെ. അങ്ങനെയാണ് അമ്പ് ഈ കാക്കയുടെ കണ്ണിലൊന്നിൽ കൊണ്ടതെന്നാണ് ഐതിഹ്യം. ഐതിഹ്യം പറയുന്നത് അന്ന് മുതലാണ് കാക്കയ്ക്ക് കോങ്കണ്ണുണ്ടായത്. ഇത് രാമായണത്തിലെ ഒരു കഥയാണ്. പക്ഷെ ആ കഥ കവി പറഞ്ഞു വച്ചിരിക്കുന്നത് കാക്കയ്ക്ക് കോങ്കണ്ണുണ്ടായത് എന്താണോ എന്നല്ല, നമുക്കെല്ലാം കോങ്കണ്ണുണ്ടാകാനുള്ള സാധ്യതയുള്ള തെറ്റുകൾ കണ്ണ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് രാമൻ സീതയെ മോഹിച്ച ദേവേന്ദ്രന്റെ പുത്രനെയും ശിക്ഷിച്ചു. കാരണം അതിൻ്റെയൊക്കെ അർത്ഥം സീതയെ അത്ര വിലപ്പെട്ട ഒരു സമ്പത്തായിട്ടാണ് രാമൻ കണ്ടത്. ആ സീതയെയാണ് രാവണൻ മോഹിച്ച് രാവണൻ തട്ടിക്കൊണ്ടു പോകാൻ ഒരു പ്ലാൻ തയ്യാറാക്കി. ആ തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ രാമനെയും ലക്ഷ്മണനെയും സീതയുടെ അരികത്തു നിന്ന് മാറ്റണം. അതിനാണ് തടകാപുത്രനായ മാരീചനെ ഒരു മാനിന്റെ വേഷത്തിൽ കൊണ്ടുവന്ന് നിർത്തി സീതയിലൊരു മോഹം ഉണ്ടാക്കി. അവിടെയാണ് ആ രാമായണ കഥയിൽ സീതയെ വാൽമീകി ഒരു സാധാരണ പെണ്ണിനോളം താഴ്ത്തിക്കൊണ്ടുപോകും. സീത കാട്ടിലാണ്. രാമനും ലക്ഷ്മണനും സീതയെ കാത്തുരക്ഷിക്കുകയാണ്. സീതയ്ക്ക് വേണ്ടി ശൂർപ്പണഖയെ ലക്ഷ്മണൻ ആക്രമിക്കുകയാണ്. സീതയ്ക്ക് വേണ്ടി രാമൻ ദേവേന്ദ്രന്റെ പുത്രനായ ജയന്തനോട് പോലും തെറ്റ് ചെയ്തതുകൊണ്ട് ശിക്ഷിക്കുകയാണ്. പക്ഷെ സീതയ്ക്ക് ഒരു മാനിനോട് മോഹമുണ്ടായി. സാധാരണ പെണ്ണിനും ഒരുപാട് മോഹങ്ങളുണ്ടാവാം. അതൊരു സാരിയോടാവാം, ഏതെങ്കിലും സ്വർണ്ണക്കടയിലെ സ്വർണത്തോടാവാം,
മറ്റേതെങ്കിലും കാര്യത്തോടാവാം, എല്ലാ മോഹത്തിൻ്റെ പിന്നിലും ഒരു ചതിയുടെയോ ഒരു ദുരന്തത്തിൻ്റെയോ സാധ്യതയുണ്ട്. അത് സീതയെ കൊണ്ട് തന്നെ വാൽമീകി ചെയ്യിക്കുക. കാരണം സീത ഇത്ര വലിയ മഹതിയാണെങ്കിലും സീതയ്ക്കും ഈ മോഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല. സീതയെ സത്യത്തിൽ ഒരു കുറ്റവുമില്ലാത്ത ഒന്നാക്കിയിരുന്നെങ്കിൽ നമുക്കൊരുപക്ഷെ അതിൽ സീത ഒരു അസാധാരണമായ എന്തോ മാനവികമല്ലാത്ത ഉള്ള ആളാണെന്ന് തോന്നുമായിരുന്നു. അത് ചെയ്തില്ല. സീതയ്ക്ക് ഒരു മാനിനോട് മോഹമുണ്ടായി. സത്യത്തിൽ ആ മോഹം സീതയ്ക്ക് തോന്നേണ്ടതല്ല. കാരണം സീത രാമന്റെ ചിട്ടയോടൊപ്പം ചിട്ട അനുഭവിക്കാൻ കാട്ടിലെത്തിയ ആളാണ്. അപ്പൊ സീതയ്ക്കൊരു മോഹം ഒഴിവാക്കാം. പക്ഷെ സീതയ്ക്ക് ആ മാനിന്റെ പ്രത്യേകത കൊണ്ട്, മനോഹാരിത കൊണ്ട് അതിനോടൊരു മോഹം ഉണ്ടായി. സീതയ്ക്ക് മോഹം ഉണ്ടായപ്പോൾ ആ മോഹം നടപ്പാക്കാൻ രാമൻ തീരുമാനിച്ചു. രാമന് വേണമെങ്കിൽ സീതയോട് പറയാമായിരുന്നു, ഇത് പ്രകൃതിയിലെ ഒരു ഭംഗിയാണെന്നതാണ്, അതിന് നമ്മൾ കണ്ടാൽ മതി, സ്വന്തമാക്കേണ്ടതില്ല. മാത്രമല്ല, കാട്ടിലുള്ള ഒന്നിനെയും സ്വന്തമാക്കാൻ നാട്ടിലെ മനുഷ്യനോ നഗരത്തിലെ മനുഷ്യനോ അവകാശമില്ല. ഇത് രാമന് വേണമെങ്കിൽ പറയാമായിരുന്നു. രാമൻ അങ്ങനെ ചിലത് പിന്നെ പറയുന്നുണ്ട് അധികാരം കിട്ടുമ്പോൾ. പക്ഷെ അവിടെ രാമൻ സീതയോട് പറയുന്നില്ല. സീതയുടെ മോഹം നടപ്പാക്കാൻ വേണ്ടി ഈ മൃഗത്തിന്റെ പിറകെ ഇങ്ങനെ പോവുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് രാമന്റെ ശബ്ദത്തിൽ അനുജ ലക്ഷ്മണ എന്ന് ഏതാണ്ട് മരണസമയത്ത് വിളിക്കുന്ന പോലെ രാമൻ വിളിക്കുന്നതായി ലക്ഷ്മണനും സീതയും കേൾക്കുന്നത്. അവിടെ ലക്ഷ്മണൻ കൃത്യമായി രാമന്റെ കരുത്തും, രാമനെ അങ്ങനെ ആർക്കും ചതിക്കാൻ പറ്റുകയില്ലെന്നുള്ള ഉറപ്പും ലക്ഷ്മണനുണ്ട്. പക്ഷെ സീത അവിടെയും പതറിപ്പോവുകയാണ്. പതറിപ്പോകുന്നു എന്ന് മാത്രമല്ല, അവിടെ രാമനൊന്നും പറ്റുകയില്ല എന്ന് പറയുന്ന ലക്ഷ്മണനോട് സീത പറയുന്നത്, ദേവേന്ദ്രപുത്രൻ ജയന്തൻ പോലും മോഹിക്കുന്ന തരത്തിൽ സംശയമുണ്ടെന്ന് സീതയ്ക്ക്, സീതയുടെ സൗന്ദര്യത്തിൽ തന്നെ ഒരു അഭിമാനവുമുണ്ട്. ഇത് കാത്തുരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ടെന്ന ബോധ്യവുമുണ്ട്. ലക്ഷ്മണനോട് പറയുന്നത്, നിനക്ക് രാമൻ വധിക്കപ്പെട്ടാൽ എന്നെ സ്വന്തമാക്കാനുള്ള മോഹമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. അതൊരിക്കലും സീത ലക്ഷ്മണനോട് പറഞ്ഞുവിടും. അവിടെയാണ് ചില സന്ദർഭങ്ങളിൽ സീതയാണെങ്കിലും ഏത് പെണ്ണിൻ്റെയും സ്വബോധത്തിൻ്റെ നന്മയുള്ള അറകൾ മുഴുവൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും എന്ന് വാൽമീകി കാണിച്ചു തരും. അവിടെ ലക്ഷ്മണനെതിരെ സീത ഒരു സാധാരണ പെണ്ണിന്റെ ബാലിശമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ആ ആരോപണത്തിന് വിധേയമായ ലക്ഷ്മണനാണ് കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ലക്ഷ്മണൻ ഒരു രേഖ വരച്ചിട്ടുണ്ട് സീതയ്ക്ക് മുന്നിൽ. ഇത് വിട്ട് മറികടക്കാൻ പാടില്ല. അതിനെയാണ് ഈ ലക്ഷ്മണ രേഖ എന്ന് പറയുന്നത്. അതിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ലക്ഷ്മണ രേഖ ആണിന് വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ലക്ഷ്മണ രേഖ വേണം, അത് ആണിനും പെണ്ണിനും വേണം. പക്ഷെ അവിടെ ലക്ഷ്മണ രേഖ ആ കാലത്ത് വരച്ചിട്ടത് ഒരു പെണ്ണിന്റെ മുമ്പിലാണ്. അത് മറികടക്കരുതെന്ന്. എന്നിട്ട് കാട്ടിലേക്ക് ലക്ഷ്മണൻ പോവുകയാണ്. അപ്പോഴാണ് രാവണൻ വരുന്നത്. രാവണൻ സ്വാഭാവികമായി സന്യാസി വേഷത്തിലാണ് വരുന്നത്. മിക്കവാറും സ്ത്രീകളെ പറ്റിക്കുന്ന എല്ലാവരും സന്യാസി വേഷത്തിൽ വരുന്നവരാണ്. ഈ പുരോഹിത വേഷം എന്ന് പറയുന്നത് ലോകത്തിലെവിടെയും, അവിടെയും എവിടെയും എല്ലാവരെയും പറ്റിക്കാൻ ശ്രമിക്കുമെങ്കിലും
അതിൽ മിക്കവാറും ഒരുപാട് പറ്റിപ്പിന് വിധേയമാവുന്നത് സ്ത്രീകളാണ്. കാരണം അവർക്കതിനോട് ഒരു തരത്തിൽ ഒരടുപ്പം അവർ അപ്പൊ ദൈവത്തിന്റെ പ്രതിനിധികളാണ് എന്ന ഒരു ബോധത്തിലാണ് സ്ത്രീകൾ ആർദ്ര ഹൃദയം ഉള്ളവരായതുകൊണ്ട് അവര് സന്യാസി വേഷം കെട്ടിയാൽ പറ്റിക്കാൻ എളുപ്പം. അപ്പൊ ഇത് വാൽമീകിയുടെ കാലത്തെ വാൽമീകി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണ് രാവണൻ വന്ന് സീത പഴങ്ങളും കഴിക്കാനുള്ള മറ്റ് കാര്യങ്ങളുമായി സന്യാസിയുടെ മുമ്പിൽ വരുമ്പോഴാണ് അയാൾ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് സീത അവിടെ ഒരു സ്വാതന്ത്ര്യം കാണിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം ലക്ഷ്മണൻ വരച്ചിട്ട് പോയ മറി കടന്നത് സീത ചെയ്യേണ്ടതായിരുന്നോ, അതോ ഒരു സന്യാസിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ അടുത്തെത്താനുള്ള കൊടുക്കാനുള്ള തന്റെ അവകാശം സീതയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണോ എന്നതെല്ലാം വേണമെങ്കിൽ തർക്കമുണ്ടാക്കി ചിന്തിക്കാവുന്നതാണ്. എന്തായിരുന്നാലും രാവണൻ സീതയെ രാവണന്റെ കരുത്തുകൊണ്ട് തന്നെ പിടിച്ചുകൊണ്ട് അടുത്ത് കടന്ന് പുഷ്പവിമാനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. സീതയുടെ ഏറ്റവും വലിയ മഹത്വം സീത പുലർത്തുന്നത് ഈ രാവണന്റെ ലങ്കയിലാണ്. അവിടെ സീതയ്ക്ക് ആരുമില്ല, കടലിനകത്തുള്ളൊരു ദ്വീപാണ്. തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് ഉറപ്പില്ല. തന്നെ രക്ഷിക്കാൻ താൻ മാത്രമേ ഉള്ളൂ. തന്നെ രക്ഷിക്കാൻ താൻ മാത്രമേ ഉള്ളൂ എങ്കിൽ സാധാരണഗതിയിൽ അസാധാരണമായ പാടവമില്ലാത്ത മനസാന്നിധ്യമില്ലാത്ത ഏത് പെണ്ണിനും മാനം നഷ്ടപ്പെടാം. സീതയ്ക്ക് മാനം നഷ്ടപ്പെട്ടില്ല. കാരണം സീത പോകുന്ന വഴിക്ക് തന്നെ തൻ്റെ ആഭരണങ്ങളിൽ മുഖ്യ പങ്ക് തന്നെ തേടുന്നവർക്ക് ഒരടയാളമായി കിട്ടാൻ തൻ്റെ തുണിയിൽ നിന്ന് ഒരു ചെറിയ ഭാഗം കീറി അതിൽ പൊതിഞ്ഞ് കാട്ടിലിട്ടു. അതാണ് സുഗ്രീവന്റെ സംഘത്തിന് കിട്ടുന്നത്. എന്ന് മാത്രമല്ല, ഈ രാവണന്റെ മനസ്സിലെ മോഹം എന്താന്ന് വെച്ചാൽ ഏത് പെണ്ണും വലിയ അധികാരത്തിലും സമ്പത്തിലും ആർഭാടത്തിലും സ്വർണത്തിലും വീഴും. പരിചരിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഉള്ളപ്പോൾ ആ അധികാരത്തിൻ്റെ എല്ലാത്തരം ആസ്വാദനവും ഒരു പെണ്ണിനെ മോഹിപ്പിക്കും. ഇത് അന്നത്തെ രാവണന്മാർക്കും ഇന്നത്തെ രാവണന്മാർക്കുള്ള ഒരു പൊതുബോധമാണ്. ആ രാവണൻ സീതയെ കൊണ്ടുപോയി, രാവണനാണെന്ന് ലോകത്തിലെ ഏറ്റവും നില കൂടിയ കൊട്ടാരമാണ്. അത് ലങ്കയിലെ 10 നില കൊട്ടാരമാണ്. അത് സീതയ്ക്കുള്ളതാണെന്നാണ് രാവണൻ പറയുന്നത്. രാവണൻ സീതയോട് പറയുന്നത്, ഞാൻ ലോക ചക്രവർത്തിയാണ്, അപ്പോൾ നീ ലോക ചക്രവർത്തിനിയാവും. നിനക്കെന്തും ആഗ്രഹിക്കാം, നിനക്കാരെയും അടിമയാക്കാം, നിനക്ക് ലോകത്തിലുള്ള ഒരു പെണ്ണിനും കിട്ടാത്ത എല്ലാ ആർഭാടങ്ങളും സ്വീകരിക്കാം. നീ ഒരു കാര്യം മാത്രം സമ്മതിച്ചാൽ മതി, എന്റെ പത്നിയാവുക. അപ്പൊ രാവണന്റെ മോഹം കാട്ടിൽ കഴിയുന്ന ഒരു പെണ്ണിനെ, അതും ഒരുപാട് തരത്തിലുള്ള പരിമിതികൾക്കകത്ത് നിൽക്കുന്ന ഒരു പെണ്ണിനെ തൻ്റെ ഇത്രയും വലിയ വാഗ്ദാനങ്ങളൊന്നും നിരസിക്കാൻ പറ്റില്ല.
മാത്രമല്ല ഈ കടലിനിക്കര വന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനും സാധ്യമല്ല എന്ന് വന്നാൽ ഒരു പെണ്ണ് കീഴടങ്ങും. പക്ഷെ സീത ചെയ്തത് മറ്റൊരു വഴിയാണ്, സാധാരണ ഒരു പെണ്ണും ചെയ്യാത്ത വഴിയാണ്. സീത ആ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചില്ല. കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ച് പോയിരുന്നെങ്കിൽ സീതയുടെ മാനം ഒരുപക്ഷെ നഷ്ടപ്പെടുമായിരുന്നു. കൊട്ടാരം എന്ന് പറയുന്നത് മാനം തരുന്നതല്ല, ലോകത്തിലെവിടെയും മാനം കവരുന്നതാണ്. വലിയ വീട് ലോകത്തിലെവിടെയും ചെറിയ സമാധാനവും തരുന്നതല്ല. സമാധാനം തരുന്നത് ഒരു മരത്തിന്റെ തണലിലാണ്. സീത അവിടെയാണ് പ്രകൃതിയിൽ ഭിക്ഷ തേടാൻ തീരുമാനിച്ചു. കൊട്ടാരത്തെ അവൾ കണ്ടില്ല, കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചില്ല. എന്നെങ്കിലും തൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങും എന്ന് വിചാരിച്ച് ആദ്യം തന്നെ രാവണൻ സീതയുടെ ഇഷ്ടത്തിന് വഴങ്ങി. എപ്പോഴും അങ്ങനെയാണ്. വലിയ മോഹം കാത്തു സൂക്ഷിക്കുന്നവർ ഒരു പെണ്ണിന്റെ ഇഷ്ടത്തിന് വഴങ്ങും. അപ്പൊ രാവണന്റെ ഇഷ്ടത്തിന് സീത വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, സീതയുടെ ഇഷ്ടത്തിന് രാവണൻ വഴങ്ങി. അങ്ങനെയാണ് ശിംശവാ വൃക്ഷച്ചുവട്ടിൽ, അവിടെയുള്ള ഏറ്റവും പൊക്കമുള്ള വൃക്ഷമാണ്, ചുറ്റും ഒരുപാട് ചെടികളും പൂക്കളുമുള്ള ഒരു പൂന്തോപ്പാണ്. അവിടെ സീത ഇരിക്കാൻ തീരുമാനിച്ചു. സീതയെ കാത്തത് ആ മരമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സീതയെ കാത്തത് പ്രകൃതിയാണ്. സീത തന്നെ പ്രകൃതിയുടെ സ്വാതന്ത്ര്യവും പ്രകൃതിയുടെ ലക്ഷണമൊത്ത പെൺകുട്ടിയുമാണ്. രാവണനിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ അവിടെ ഒരാളുമില്ലെന്ന്, ഒരു ജീവിയുമില്ലെന്ന് സീതയ്ക്കറിയാം. പക്ഷെ അവിടെയും ഒരു പ്രകൃതിയുണ്ട്. നമ്മൾ മറക്കുന്നത് അതാണ്. നമ്മൾ പ്രകൃതി നമുക്ക് രക്ഷയായിട്ടുണ്ടെന്ന്, ആ പ്രകൃതിയിൽ നമ്മൾ ചേർന്ന് നിന്നാൽ നമുക്കൊരു ശക്തി കിട്ടുമെന്ന് മനസ്സിലാക്കാത്തവരാണ് നമ്മൾ. ഇത് മനസ്സിലായ സ്ത്രീയാണ് സീത. സീതയ്ക്കറിയാം ഇവിടെ രാമനില്ല, ഇവിടെ ലക്ഷ്മണനില്ല, ഇവിടെ ആരുമില്ല, ഇവിടെ തനിക്ക് ഒറ്റ ആശ്രയമേ ഉള്ളൂ, അത് പ്രകൃതിയാണ്. അവിടെയാണ് വാൽമീകി പറയുന്നത്, ഈ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന സീത കണ്ടാൽ മരം അമ്മയെന്ന് തോന്നും, സീത മകളെന്ന് തോന്നും. അവിടെ രാവണൻ സീതയ്ക്ക് കൂട്ടായിട്ടത് രാക്ഷസിമാരെയാണ്. നിങ്ങൾക്കറിയാം, ഒരു മരത്തിന്റെ ചുവട്ടിൽ, ഒരു കെട്ടിടത്തിനകത്ത് മാനഭംഗം നടക്കും. ഒരു മരത്തിന്റെ ചുവട്ടിൽ നടക്കാൻ പാടാണ്, പ്രത്യേകിച്ച് ഒരു രാജാവിന്. അയാൾക്ക് അയാളുടെ കൊട്ടാരത്തിനകത്ത്, അയാളുടെ അധീനതയിൽ, അയാളുടെ സൗകര്യത്തിൽ മാത്രമേ ഒരു പെണ്ണിനെ മാനഭംഗപ്പെടുത്താൻ പറ്റും. സീത അതുകൊണ്ട് തന്നെ തൻ്റെ എല്ലാ പ്രാർത്ഥനയും പ്രകൃതിയുടെ മുമ്പിൽ നിരത്തി വെച്ചു. ആ മരത്തോട് സീത മകളെപ്പോലെ അപേക്ഷിച്ചു, എന്നെ കാക്കണം. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ സീതയുടെ ഏറ്റവും വലിയ കാവൽക്കാരിയായത് രാവണന്റെ ഭാര്യ മണ്ഡോദരിയാണ്. മണ്ഡോദരിക്ക് സീത മകളെപ്പോലായി. സീതയ്ക്ക് മണ്ഡോദരി എല്ലാ കാവലുമുള്ള ഒരു അമ്മയെപ്പോലായി. ഇത് പതുക്കെ പതുക്കെ വളർന്നിട്ടാണ് രാവണനെ സീത രാവണത്വമുള്ള മനസ്സിൽ നിന്ന് മനുഷ്യത്വമുള്ള മനസ്സിലേക്ക് മാറ്റിക്കൊണ്ടുപോകും. സത്യത്തിൽ രാവണനിൽ അതുവരെ എല്ലാവരും രാവണനെ മാറ്റാൻ ശ്രമിച്ചു. ഏറ്റവും കൂടുതൽ മാറ്റാൻ ശ്രമിച്ചത് മണ്ഡോദരിയാണ്, സ്വന്തം ഭാര്യയാണ്. മണ്ഡോദരി സീതയേക്കാൾ സുന്ദരിയായിരുന്നു. പക്ഷേ രാവണന് സീതയേക്കാൾ സുന്ദരിയാണ് മണ്ഡോദരിയെങ്കിലും സീതയുടെ ശാലീനത,
ആർക്കും ഉണ്ടായിരുന്നില്ല. രാവണന് അത് കിട്ടിയേ പറ്റുമെന്നായി. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ രാവണന് മനസ്സിലായി, രാവണൻ അതിനു മുമ്പ് എത്രയോ സ്ത്രീകളെ പീഡിപ്പിച്ചവനാണ്. പ്രത്യേകിച്ച് ബ്രാഹ്മണ കന്യകളെയും രാജകുമാരിമാരെയും ക്ഷത്രിയ യുവതികളെയും ഒക്കെ പീഡിപ്പിച്ചവനാണ്, കീഴ്പ്പെടുത്തിയവനാണ്. ബ്രഹ്മാവിൽ നിന്നാണ് ഒരു ശാപം കിട്ടുന്നത്, നീ ഇനി പെണ്ണിനെ തൊട്ടാൽ നിന്റെ തല പൊട്ടി തകർന്നു പോകുന്നൊക്കെ. അതൊക്കെ പറയുമെങ്കിലും ഈ വികാരം നമുക്ക് കീഴടക്കാൻ പറ്റാത്ത നമ്മുടെ മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭ്രാന്ത് വരും. ആ ഭ്രാന്ത് വന്നാൽ പിന്നെ തല പൊട്ടോന്നൊന്നും ആരും ചിന്തിക്കല. പക്ഷെ സീത പ്രകൃതിയുമായി ലയിച്ചു ചേർന്നപ്പോൾ സീതയുടെ സ്വഭാവവും വാചകങ്ങളും സീതയോടുള്ള വർത്തമാനങ്ങളും രാവണനിൽ ഉണ്ടാക്കിയത് രാവണനിലെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൻ്റെ തെറ്റുകൾ രാവണൻ പതുക്കെ ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല, സീതയുടെ ശബ്ദം രാവണൻ എവിടെയോ കേട്ടതായി തോന്നുന്നുണ്ട്. ഇതുപോലൊരു ശബ്ദം എവിടെയോ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണത് എവിടെന്ന് അയാൾ മണ്ഡോദരിയോടൊപ്പം രാത്രി ഉറങ്ങുന്ന നേരത്ത് ഈ സീതയുടെ മുഖവും സീതയുടെ ശബ്ദവും എവിടെയോ കേട്ടു എന്നയാൾ അന്വേഷിച്ച് അയാളുടെ പൂർവകാല തെറ്റുകളുടെ ഒരുപാട് കഥകൾ അയാളുടെ മനസ്സിൽ ഇങ്ങനെ കയറ്റിറക്കം ഉണ്ടാക്കി സഞ്ചരിച്ചെത്തുമ്പോഴാണ് അയാളുടെ മനസ്സ് വേദവതിയിലെത്തുന്നത്. ആ വേദവതിയിലെത്തുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് ഈ സീതയുടെ ശബ്ദം പോലെ ഒരു ശബ്ദമാണ് വേദവതിയുടെ ശബ്ദം. വേദവതിയെ അന്നയാൾ മാനഭംഗപ്പെടുത്തി കാട്ടിൽ ഉപേക്ഷിച്ചതാണ്. പക്ഷേ വേദവതി അയാൾ ഉപേക്ഷിച്ച നേരത്ത് തന്നെ കാട്ടിൽ തീ കൂട്ടി അതിൽ ചാടി മരിച്ചവളാണ്. വേദവതിയോടുള്ള ഇഷ്ടം കൊണ്ട് ആ മരണം കണ്ടുനിന്ന രാവണൻ ആ മരണത്തിന് ശേഷം ആ ചുടലച്ചാമ്പൽ വാരി ഒരു പെട്ടിയിലാക്കി തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചതാണ്. എന്നിട്ട് അതാണ് ആ ലങ്കയിലുണ്ടാവുന്ന എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമെന്ന് നാരദൻ രാവണനോട് പറഞ്ഞത് വഴിയാണ് അത് കടലിലൊഴുക്കുന്നത്. ആ ഒഴുക്കിയ ചിതാഭസ്മ പേടകമാണ് കടൽ ഇക്കരെ കൊണ്ടുവന്ന് പിന്നെ വഴിമാറ്റി വിദേഹ രാജ്യത്തിൻ്റെ കടൽ തീരത്ത് കൊണ്ടെത്തിക്കുന്നത്. അതേതോ കള്ളന്മാരെടുത്ത് അവരെ രാജാവ് പിടിക്കുമെന്നോർത്ത് അവർ കൊണ്ടുപോയി കുഴിച്ചിടുന്നത്. അതാണ് ഈ നിലം ഉഴുത, കൃഷിക്ക് വേണ്ടി ഉഴുതവരുടെ കണ്ണിൽ പെട്ടതും അതിനകത്തൊരു കുഞ്ഞുണ്ടായിരുന്നുവെന്നാണ്. അതാണ് സീതയെന്നാണ്. എന്തായിരുന്നാലും രാവണന്റെ മനസ്സിൽ സീത തൻ്റെ പൂർവകാല തെറ്റുകളുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചു. ഇതൊരു പെണ്ണിനെ കഴിയും. ഒരാണിന് ആണിൻ്റെ തെറ്റുകളുടെ പൂർവകാല വഴികളിലൂടെ മനസ്സിനെ കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ഒരു പെണ്ണിന് കഴിയും. അത് മണ്ഡോദരിക്ക് പോലും കഴിയാത്തതാണ്. മണ്ഡോദരിയും വിശ്വസിച്ചത് തൻ്റെ ഭർത്താവിന് ഒരുപക്ഷെ നല്ലവനായി വീണ്ടെടുക്കാൻ സീതയ്ക്ക് കഴിയുമെന്ന്. അങ്ങനെ രാവണൻ തൻ്റെ തെറ്റുകളിലൂടെ സഞ്ചരിച്ച് അയാൾ തനിക്കൊരു ശരി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തരത്തിലെത്തിച്ചത്. അപ്പോഴയാൾക്ക് സീതയോടുള്ള പകയില്ലാതാവുകയും അവസാനം സീതയെ മകളെപ്പോലെ കരുതണമെന്ന് അയാൾ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോഴയാൾ പക്ഷെ ഒന്നാഗ്രഹിച്ചു, സീതയെ രാമന് വിട്ടുകൊടുക്കാൻ എല്ലാവരും പറഞ്ഞു. മണ്ഡോദരിയും പറഞ്ഞു, വിഭീഷണനും പറഞ്ഞു, തൻ്റെയും രാജ്യത്തിൻ്റെയും നന്മയോർത്ത് പലരും പറഞ്ഞു. പക്ഷെ അയാൾക്കൊരാഗ്രഹമുണ്ട്, സീതയെ അങ്ങനെ വിട്ടുകൊടുത്താൽ രാമൻ സീതയെ സ്വീകരിക്കണമെന്നില്ല. കാരണം എന്നെപ്പോലൊരാളോടൊപ്പം കുറച്ചു കാലം തടവിൽ കഴിഞ്ഞ ഒരു പെണ്ണ് ഞാൻ അയാൾക്ക് വിട്ടുകൊടുത്താൽ ഞാൻ
ശരിയായി വിട്ടുകൊടുത്തതായി തോന്നുകയല്ല. മാത്രമല്ല, രാമന്റെ ധൈര്യത്തിനും വീരത്വത്തിനും അത് കളങ്കമാവും. അതുകൊണ്ട് രാമൻ ഞാൻ പണ്ട് ചോദിച്ച മനുഷ്യന് മാത്രം എന്നെ വധിക്കാൻ കഴിയുമെന്ന വരം നടപ്പാക്കാൻ വേണ്ടി കടലിനക്കരെ നിന്ന് വന്ന മനുഷ്യനാണെങ്കിൽ അയാളുടെ വീരത്വം പൂർത്തീകരിച്ച് എന്നെ വധിച്ച് അയാൾ സീതയെ കൊണ്ടുപോയാലേ സീതയിൽ അയാൾക്ക് വിശ്വാസം. അത് രാമൻ അവസാനം സീതയെ വധിക്കും, അല്ലെങ്കിൽ ഈ രാവണനെ വധിക്കുമ്പം രാമൻ അത് മനസ്സിൽ കരുതുന്നുണ്ട്. നിനക്ക് വധിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട് വരം കൊണ്ട് ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടെന്ന് കരുതി കാത്തിരുന്നവനാണ് ഞാൻ. അപ്പൊ സീത രാവണനെ മാറ്റി എന്നതാണ് സീതയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു തെറ്റിനെ വളർത്തുന്നതല്ല, ഒരു തെറ്റുകാരനായ മനുഷ്യനെ നിലനിർത്തിക്കൊണ്ട് അയാളെ ശരിയിലേക്ക് നയിക്കുന്നതാണ്. ഇതാണ് സത്യത്തിൽ സീതയുടെ സ്ത്രീത്വത്തിന്റെ ഏറ്റവും മഹത്തായ സ്വാതന്ത്ര്യ രൂപം. 1 വർഷം രാവണന്റെ തടവിൽ കഴിഞ്ഞിട്ടും സീത ചീത്തയായില്ല. ഒരു മരത്തെപ്പോലെ, ആ മരത്തിലെ പൂവിനെ പോലെ സീത ശുദ്ധയായിരുന്നു. അത് സീതയ്ക്കും രാവണനും അറിയാവുന്നിടത്തോളം മറ്റാർക്കും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് അവസാനം രാവണനും വധിക്കപ്പെട്ട് യുദ്ധം ജയിച്ച് രാമൻ രാക്ഷസരെയെല്ലാം കീഴ്പ്പെടുത്തി ലങ്കയിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി സീതയെ കൂട്ടാൻ വിഭീഷണനോട് പറഞ്ഞു. അതിനുള്ള സൗകര്യം ഒരുക്കാൻ അങ്ങനെയാണ് ത്രിജടയെ സീതയെ ഒരുക്കി കൊണ്ടുവരാൻ അയക്കുന്നത്. സീതയെ ഒരുക്കി കൊണ്ടുവരുമ്പോഴാണ് സത്യത്തിൽ സീതയുടെ ഏറ്റവും ശാലീനമായ നാടകീയമായ ഒരു സംഭവം വാൽമീകി പറയുന്നത്. അപ്പൊ സീത ഒരുങ്ങി രഥത്തിലേറിയാണ് വരുന്നത്. അപ്പൊ ആ നാട്ടിലെ ആണുങ്ങളെല്ലാം മരിച്ചുപോയി, പട്ടാളക്കാരായവരെല്ലാം മരിച്ചുപോയി, യുദ്ധം ചെയ്തവരെല്ലാം മരിച്ചുപോയി. ആരോഗ്യമല്ല ആണില്ലാത്ത വിധവകളും അമ്മമാരും പുത്രിമാരും നിറഞ്ഞ സ്ത്രീ കൂട്ടമാണ് സീതയെ കാണാൻ ഈ രഥത്തിന്റെ ഇരുവശങ്ങളിലും വഴിയിൽ ഇങ്ങനെ ആയിരങ്ങൾ നിൽക്കുന്നത്. അവരുടെ ആകാംക്ഷ ലോക ചക്രവർത്തിയായ എല്ലാത്തിനെയും കീഴടക്കിയ ഞങ്ങളുടെ രാജാവിനെ മോഹിപ്പിച്ച ഈ പെണ്ണിനെ അവർ കണ്ടിട്ടില്ല. ഈ കാവൽ കിടന്ന രാക്ഷസികളല്ലാതെ മറ്റുള്ളവർ കണ്ടിട്ടില്ല. അപ്പൊ അവർ കാത്തു നിൽക്കുകയാണ്. ഈ മഹാസുന്ദരി ആരാണ്? അവരുടെ പ്രത്യേകത എന്താണ്? അപ്പൊ അവര് മണ്ഡോദരിയെ കണ്ടിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും മനോഹരിയായ മണ്ഡോദരിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ സീതയെ കണ്ടിട്ടില്ല. സീത കാരണം സർവ്വതും നശിച്ച, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട, അച്ഛനും ബന്ധുക്കളും നഷ്ടപ്പെട്ട ഇവരിങ്ങനെ കൂട്ടമായി നിന്ന് ആദ്യം അവർക്ക് വെറുപ്പാണ് സീതയെ. വെറുപ്പോടുകൂടിയാണ് സീതയെ നോക്കുന്നത്. അപ്പോഴാണ് സീതയുടെ ശാലീനത അവർ കാണുന്നത്. അവർക്കൊരു കാര്യം മനസ്സിലായി, എവളെപ്പോലെ സുന്ദരിയായ പെണ്ണുണ്ടാവാം, പക്ഷെ എവളെപ്പോലെ ശാലീനയായ ഒരു പെണ്ണിന്റെ സമ്പൂർണത എന്ന് പറയാവുന്ന ഒരു പെണ്ണ് വേറെ അവർ കണ്ടിട്ടില്ല. അവരുടെ മനസ്സിനകത്ത വെറുപ്പ് സീതയെ കണ്ടലിഞ്ഞു പോയി. അവരുടെ നഷ്ടങ്ങളെ കുറിച്ചോർത്തുള്ള അവരുടെ ദുഃഖമില്ലാതായി പോയി. അവർ കണ്ടു കൊതി തീരാതെ സീതയുടെ പിറകെ ഈ രഥത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചു. അപ്പൊ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇങ്ങനെ ഒരു രഥത്തിന്റെ പിറകെ ആ രഥത്തിന്റെ വേഗതയിൽ ഓടുന്നത് കണ്ടപ്പോഴാണ് രാമൻ വിഭീഷണനോട് പറഞ്ഞു, അവർ വിധവകളും അമ്മമാരും കുട്ടികളുമൊക്കെയാണ്, അവരെ എങ്ങനെ ഓടിക്കരുത്, സീതയെ ഇറങ്ങി നടക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സീത രഥത്തിൽ നിന്ന് നിലത്തിറങ്ങി നടക്കുന്നത്. ആ നടക്കുമ്പോൾ
ആയിരക്കണക്കിന് മനുഷ്യരാണ് സീതയോടൊപ്പം നടക്കുന്നത്. പറഞ്ഞാൽ സ്ത്രീകളാണ്. അവർ ആരാധനയോടാണ് നടക്കുന്നത്. അവരുടെ സങ്കടങ്ങൾ മറന്നാണ് നടക്കുന്നത്. അവർക്കാദ്യമുണ്ടായ വെറുപ്പ് അലിഞ്ഞില്ലാതായാണ് നടക്കുന്നത്. ഇതാണ് രാമനിൽ ഒരു അസൂയ ഉണ്ടാക്കുന്നത്. അതായത് രാമൻ ആലോചിക്കുന്നത്, ഒരുപാട് പാടുപെട്ട് ഈ സൈന്യങ്ങളെ കൂട്ടി ഇവിടെ വന്ന് ഈ യുദ്ധത്തിൽ സർവരെയും കൊന്നത്, രാവണനെ കൊന്നത് ഞാനാണ്, ലങ്കയെ ജയിച്ചത് ഞാനാണ്, സീതയെ വീണ്ടെടുത്തത് ഞാനാണ്. പക്ഷേ ലങ്കയെ കീഴടക്കിയത് ഞാനാണെങ്കിലും ലങ്ക ആരാധിക്കുന്നത് സീതയാണ്. ഇതൊരാണിന് സഹിക്കാൻ പറ്റില്ല, രാമനും സഹിക്കാൻ പറ്റില്ല. രാമൻ നോക്കുമ്പോൾ രാമന്റെ മഹത്വം അലിഞ്ഞലിഞ്ഞില്ലാതാവുകയാണ്, രാമന്റെ വീരത്വം ഇല്ലാതാവുകയാണ്. വാൽമീകി അവിടെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങളുടെ ധീരതയും ആക്രമണവും ലോകം ഒരുപാട് കാലം ഏറ്റുവാങ്ങില്ല. അത് ലോകത്തിന് ഏറ്റുവാങ്ങേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് ശാലീനതയുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരാളെ തിരുത്താൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് ഒരാളെ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ലോകം ആരാധിക്കും. അതുകൊണ്ട് ഹിംസ കൊണ്ട് നിങ്ങൾ നേടുന്നതൊന്നും നിലനിൽക്കില്ല. അഹിംസ കൊണ്ട് നിങ്ങൾ നേടുന്നതെല്ലാം സ്ഥായിയായി നിലനിൽക്കും. അപ്പൊ രാമൻ നേടിയത് ഹിംസ കൊണ്ടാണ്, എല്ലാവരെയും കൊന്നാണ്. സീത നേടിയത് പ്രകൃതിയോട് ചേർന്ന് ശാലീനത കൊണ്ടും സമ്പൂർണമായ സ്നേഹം കൊണ്ടുമാണ്. അപ്പൊ അതുകൊണ്ട് കേൾക്കാം. അപ്പോ ഈ ശാലീനത കൊണ്ടും സ്നേഹം കൊണ്ടും ഒരു ഗുരുവിന്റെ നിർദ്ദേശം പോലെയുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടും ഒരാളെ തിരുത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് ഒരാളിൽ അകത്ത് സൃഷ്ടിക്കുന്ന ആദരവിന്റെ ഒരു പൂവുള്ളൂ. സീത എല്ലാവരിലും സൃഷ്ടിച്ച അതാണ്. രാമന് സൃഷ്ടിക്കാൻ കഴിയാതിരുന്നതും അതാണ്. അപ്പൊ സീത അവിടെ വന്നപ്പോ ഇത്ര ആളുകൾ പിന്തുണയ്ക്കുന്ന, ഞാനെല്ലാം നശിപ്പിച്ച് നേടിയ എല്ലാ നേട്ടങ്ങളും ഒന്നും നശിപ്പിക്കാതെ സീത നേടിയത് രാമന് ഉൾക്കൊള്ളാനായില്ല. രാമൻ സീതയോട് പറഞ്ഞു, നിനക്ക് നിന്റെ വഴി സ്വീകരിക്കാം, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കി. ഇനി നിനക്ക് ആരുടെ കൂടെ പോകണമെന്ന്, എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം. സീത രാമനോട് പറഞ്ഞു, എനിക്ക് അങ്ങയോടൊപ്പം വരണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയാണ് രാമൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നീ എനിക്കും ഈ ആളുകൾക്കും എല്ലാം ബോധ്യമാകാൻ, നിന്റെ മനസ്സിലോ ശരീരത്തിലോ ഒരഴുക്ക് പുരണ്ടിട്ടില്ല എന്ന് ലോകമറിയാൻ, എൻ്റെ പത്നിയായിരിക്കാനുള്ള യോഗ്യത നിനക്കുണ്ടെന്ന് ഞാനുൾപ്പെടെ എല്ലാവരും വിശ്വസിക്കാൻ നീ അഗ്നി പരീക്ഷണത്തിന് വിധേയമാവും. അങ്ങനെയാണ് സീത ലക്ഷ്മണനോട് തീ കൂട്ടാൻ, ഒറ്റയാളിന് മാത്രമേ, ബാക്കി എല്ലാവരും ഹനുമാൻ ഉൾപ്പെടെ, ലക്ഷ്മണൻ ഉൾപ്പെടെ, വിഭീഷണൻ ഉൾപ്പെടെ കണ്ടു നിന്നവരുടെ മുഴുവൻ കണ്ണിൽ ആശങ്കയാണ്. പക്ഷേ രാവണനെ പോലെ ഒരാളിൻ്റെ കൊട്ടാരത്തടവിൽ 1 വർഷം കഴിഞ്ഞ ഒരു പെണ്ണ് പരിശുദ്ധയായിരിക്കുമെന്ന് വിശ്വസിക്കാൻ രാമന് കഴിഞ്ഞില്ല. രാമനെന്നല്ല വാൽമീകി പറയുന്നത്, അങ്ങനെ കഴിഞ്ഞാൽ ഒരാണിനും പറ്റുകയില്ല. അത് പറ്റുകയില്ല. അത് കോട്ടയത്തും പറ്റുകയില്ല, കോടാകുളത്തേക്കും പറ്റുകയില്ല. അതുകൊണ്ട് ലങ്കയിലും പറ്റിയില്ല.
സീത അഗ്നി പരീക്ഷണത്തിന് വിധേയമായി. അതിൻ്റെ പ്രത്യേകത, ഒരു തീ വേറൊരു തീയെ കൊല്ലുകയല്ല. സീത ഒരു തീയാണ്. ആ തീയെ രാമൻ്റെ അഗ്നി തൊട്ടില്ല. ഒരഗ്നിയിൽ നിന്നൊരു വിളക്ക് പരിക്കില്ലാതെ ഇറങ്ങി വരുന്നത് പോലെ സീത അഗ്നിയിലൂടെ നടന്ന് മറുവശം കടന്നു. അപ്പോൾ രാമന് ബോധ്യമായി, എല്ലാവർക്കും ബോധ്യമായി, സീതയെപ്പോലെ സീതയേ ഉള്ളൂ. അങ്ങനെയാണ് രാമൻ സീതയെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് വരുന്നത്. ആ കൊട്ടാരത്തിൽ നിന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ഒരാൾ പറഞ്ഞു, ജനത്തിൽ ഒരാൾ പറഞ്ഞു, സീതയും അത്ര ശുദ്ധയെന്ന് പറയാൻ പറ്റില്ല. രാമൻ സീതയെ പുറത്താക്കി. സീതയെ പുറത്താക്കിയത് സീത അറിയാതാണ്. സീതയ്ക്ക് ആ ആക്ഷേപം മാത്രമേ ഉള്ളൂ. രാമന്റെ വിശുദ്ധിക്ക് വേണ്ടി വാൽമീകിയുടെ ആശ്രമത്തിലെത്തിയ സീത ലക്ഷ്മണനോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, എന്നോട് രാമൻ ഇത് പറയണമായിരുന്നു. ഇങ്ങനെ എൻ്റെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ അന്തസ്സിന് വേണ്ടി ഞാൻ പുറത്തു പോകേണ്ടവളാണെന്ന് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കും. പക്ഷേ രാമൻ എന്നോടത് പറയാമായി. കാരണം രാമനോടൊപ്പം കാട്ടിൽ പോയവനാണ് ഞാൻ. ഇപ്പം എന്നോടൊപ്പം രാമൻ വരണമെന്ന് ഞാൻ പറയല. കാരണം രാമൻ ഒരു രാജ്യമുണ്ട്, രാമനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ട്. പക്ഷെ എന്നോട് പറയാമായിരുന്നു. രാമൻ കരുതിയത് എന്താന്ന് വെച്ചാൽ, സീതയെ ഞാൻ ഉപേക്ഷിച്ചാൽ അത് രാജ്യത്തിൻ്റെ അന്തസ്സ് കൂട്ടും. മറിച്ച് രാജ്യത്തെ ഞാൻ ഉപേക്ഷിച്ച് സീതയോട് ചേർന്നാലും സീതയ്ക്ക് നേരെ വന്ന അപവാദം മാറുകയില്ല. സീതയ്ക്ക് നേരെ വന്ന അപവാദം മാറണമെങ്കിൽ സീത തന്നെ എന്നെങ്കിലും ആ അപവാദം മാറിയ ഒരു വിശുദ്ധിയോടെ നാട്ടിൽ തിരിച്ചു വരികയോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിൽ പെടുകയോ ചെയ്യാം. സീത അവിടെ രാമൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വാൽമീകിയുടെ ആശ്രമത്തിൽ വളർത്തുമ്പോഴും അവിടെയും ഒരു പ്രശ്നമുണ്ടായി. അവിടെ ഏതാശ്രമത്തിലും സ്ത്രീകളെ സംശയിക്കും, പ്രത്യേകിച്ച് സുന്ദരികളായ സ്ത്രീകളെ. ആ ആശ്രമത്തിലും വാൽമീകിക്ക് അറിയാമെങ്കിലും അവിടുത്തെ അന്തേവാസികളായ സന്യാസിമാർ ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ രാമൻ ഉപേക്ഷിക്കണമെങ്കിൽ, രാമനെപ്പോലെ ഒരാൾ ഉപേക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ. അതുകൊണ്ട് ഈ സീത അത്ര പരിശുദ്ധയായിരിക്കുകയല്ല എന്നൊരു വർത്തമാനം പറഞ്ഞു. അങ്ങനെയാണ് ടിറ്റിഫ തടാകത്തിൽ, അവിടുത്തെ പരീക്ഷണം അങ്ങനെയാണ്. ആ മുതലകളും മറ്റുമൊക്കെ ഉള്ള ഒരുപാട് ചുഴികളുള്ള ഒരുപാട് വലിയ തടാകത്തിൽ തെറ്റ് ചെയ്ത ആരെങ്കിലും വീണുപോയാൽ മരിച്ചു താഴ്ത്തും. ആ തടാകം ഒരറ്റത്തുനിന്ന് നീന്തി അക്കരെ പറ്റണം. ആ പരീക്ഷണത്തിലും സീത തയ്യാറായി, വാൽമീകിക്ക് വേണ്ടി. വാൽമീകി അതിനെതിരായിരുന്നു. പക്ഷേ സീത വാൽമീകിയോട് പറഞ്ഞു, അങ്ങുൾപ്പെടെ ആരും സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് എന്നെ കാരണം അഴുക്ക് പുരണ്ട മനസ്സോ ദേഹവുമായി നിൽക്കാൻ പാടില്ല. സീത ആ പരീക്ഷണവും വിജയിച്ചു. ഒരമ്മ മകളെ ജലത്തിലൂടെ താഴാതെ കയ്യിൽ കൊണ്ടുപോയി അക്കരെ ആക്കുന്നത് പോലെ സീത ആ തടാകത്തിൽ ഇരുന്ന് നടന്ന് അക്കരെ പോയി. ആ സീതയാണ് അവസാനം 2 മക്കളൊക്കെ ആയി. രാമൻ്റെ യാഗം നടത്താൻ തീരുമാനിച്ചു. ഒരുപാട് ആളുകൾ കൂടി, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു, മൃഗങ്ങളെ കൊന്നു. കഥ പറയാൻ വേണ്ടി അവിടെ പലരും വന്ന കൂട്ടത്തിൽ വന്നതാണ് സീതയുടെ പുത്രന്മാർ, ലവകുശന്മാർ. അവർ വന്ന് പാടിയ കഥ രാമൻ്റെ കഥയാണ്, സീതയുടെ കഥയാണ്. കാരണം അത് വാൽമീകി പഠിപ്പിച്ച കഥയാണ്. അപ്പോൾ അവിടെ കേട്ടിരുന്നവരിൽ പണ്ട് സീത വിശുദ്ധയല്ലെന്ന് പറഞ്ഞ ഭദ്രൻ എന്ന് പറയുന്ന കള്ളുകൂടിയനും ഉണ്ടായിരുന്നു. അയാളും കരഞ്ഞു കേട്ട്, രാമനും കരഞ്ഞു. കാരണം സീതയ്ക്ക് പകരം ഈ യാഗത്തിൽ ഭാര്യ ഉണ്ടെങ്കിലേ ഭർത്താവിന് യാഗം നടത്താൻ പറ്റൂ. ഭാര്യയില്ലെങ്കിൽ കാഞ്ചന സീതയെ വയ്ക്കണം, സ്വർണത്തിലുള്ള സീതയെ ഉണ്ടാക്കി വയ്ക്കണം. അങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് ആ യാഗം നടത്തിയത്. ആ കഥ കേട്ട് എല്ലാവരും കരഞ്ഞു. അപ്പോൾ ആ കഥ പാടാൻ കൊണ്ടുവന്ന കുട്ടികളോടൊപ്പം വാൽമീകിയുമുണ്ട്. വാൽമീകിയോട് രാമൻ ചോദിക്കുന്നത്,
ഈ സീത ഉണ്ടോ എന്നാണ്. ഇത് ആരുടെ മക്കളെന്ന് ചോദിച്ചപ്പോൾ സീതയുടെ മക്കൾ. അപ്പോൾ അങ്ങയുടെ മക്കൾ തന്നെയാണെന്ന് പറഞ്ഞു. ആ സീത ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് രാമൻ പറഞ്ഞു. അങ്ങനെയാണ് വാൽമീകി പോയി. വാൽമീകി പറഞ്ഞാൽ സീതയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ല. സീതയെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം നിങ്ങളത് വാൽമീകി അവസാനം കൊണ്ട് നിർത്തുന്നത് ശ്രദ്ധിക്കണം. ആദ്യം സീതയെ രാമൻ കാണുമ്പോൾ രാമൻ താഴെയും രാമൻ മണ്ണിലും സീത കൊട്ടാരത്തുമാണ്. എന്നാൽ അവസാനം സീത രാമനെ കാണുമ്പോൾ രാമൻ കിരീടം വെച്ച് അത്യാവശ്യം രാജാവിൻ്റെ കസേരയിലും സീത മണ്ണിലുമാണ്. ആ മണ്ണിൽ നിൽക്കുന്ന സീത രാമനെല്ലാം മറന്ന് സങ്കടപ്പെട്ട് സീതയെ വിളിക്കുക. സീത അപ്പോഴത്തേക്ക് വളർത്തിയ മക്കളെ രാമനെ ഏൽപ്പിച്ചു. അത് പിന്നെ രാമനുള്ളതാണ്. വളർത്താൻ ഉള്ള അവകാശമാണ്, സ്വാതന്ത്ര്യമാണ് സീത എടുത്തത്. അത് കഴിഞ്ഞ് രാമനെ ഏൽപ്പിക്കണം. പക്ഷെ രാമൻ ക്ഷണിച്ചു. കാഞ്ചന സീതയെ മാറ്റി ആ കാഞ്ചന സീത ഇരുന്ന ആ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ സിംഹാസനത്തിൽ സീതയെ ഇരുത്താൻ. അപ്പോഴാണ് സീതയുടെ സ്വാതന്ത്ര്യം മുഴുവൻ ഉപയോഗിക്കുന്നത്. കാരണം സീത എപ്പോൾ അവിടെ പോയി ഇരുന്നാൽ സീത പ്രകൃതിയുടെ മകളാവില്ല. സീത അതുവരെ കൊണ്ടു നടന്ന സ്വാതന്ത്ര്യത്തിന് ഹാനി പറ്റും. അതുകൊണ്ട് രാമനെ കൂടി സീതയ്ക്ക് രക്ഷിക്കണം. രാമനെ രക്ഷിക്കണമെങ്കിൽ രാമൻ അധികാരത്തിൻ്റെ തടവറയിലാണ്. അധികാരത്തിൻ്റെ തടവറയിലിരുന്ന രാമൻ തന്നെ പുറത്താക്കിയത് സീത സഹിക്കും. പക്ഷേ അധികാരത്തിൻ്റെ തടവറയിലിരുന്ന രാമൻ അറിവിന് വേണ്ടി തപസ് ചെയ്ത ശംഭൂകനെ കൊന്നിട്ടുണ്ട്. പുരോഹിതർക്ക് വേണ്ടിയാണ്. രാമൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ല. അപ്പൊ അധികാരത്തിൻ്റെ തടവറയിരുന്ന ആരും തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. തന്നെ പുറത്താക്കിയതും തെറ്റാണ്. തന്നെക്കുറിച്ച് അപവാദം പറഞ്ഞതും തെറ്റാണ്. ശംഭൂകനെ കൊന്നതും തെറ്റാണ്. പക്ഷേ രാമൻ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്, ക്ഷേമം നടപ്പാക്കുന്നവനാണ്. പക്ഷേ താൻ രാമൻ്റെ അധികാരം പങ്കിട്ടാൽ താനും തൻ്റെ സ്വാതന്ത്ര്യം പണയം വയ്ക്കും. താൻ ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെയും പ്രതിനിധിയാണ്. വെറും പ്രതിനിധിയല്ല, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിനിധിയാണ്. ഓരോ പെണ്ണിനും ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഓരോ അമ്മയ്ക്കും സ്വാതന്ത്ര്യമുണ്ട്. ഓരോ ഭാര്യയ്ക്കും സ്വാതന്ത്ര്യമുണ്ട്. അതാർക്ക് മുമ്പിലും അടിയറ വയ്ക്കാൻ പാടില്ല. ലോകത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി, ആ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി താൻ തൻ്റെ സ്വാതന്ത്ര്യം ഈ രാമൻ്റെ അധികാരത്തിൽ അടിയറ വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് രാമന് താൻ ഒരു വഴി കാണിക്കണം. അതിനാണ് സീത ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മണ്ണിനോട് അപേക്ഷിക്കുന്നത്. എന്നെ ഏറ്റുവാങ്ങണമെന്ന് പറയും. സീത അവിടെ മരിച്ചു വീഴുകയാണ്. സീത അധികാരം സ്വീകരിച്ചിരുന്നെങ്കിൽ വാൽമീകിയുടെ സീത അവസാനം സ്വാതന്ത്ര്യം പണയപ്പെടുത്തിയവളാകുമായിരുന്നു. സീതയ്ക്ക് ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി എല്ലാ സ്ത്രീ പ്രസ്ഥാനങ്ങളും ആദരിക്കേണ്ട ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ, അത് സീതയാണ്. സീത രാമന്റെ മുമ്പിൽ പോലും തൻ്റെ സ്വാതന്ത്ര്യം പണയം വെച്ചില്ല. താൻ മരിച്ചു വീണു. ലോകത്തിൽ ഇങ്ങനെ ഒരു രക്തസാക്ഷി, പണ്ടാരാ പറഞ്ഞ കണക്ക് ലോകത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, പക്ഷെ ഇത്ര പവിത്രമായ ഒരു രക്തസാക്ഷി നക്ഷത്രം സീതയേ ഉള്ളൂ. ആ സീതയുടെ വഴിയെ രാമന് പോകേണ്ടി വന്നു. സീത മണ്ണിലേക്ക് പോയി. സീത മണ്ണിൽ നിന്നുണ്ടായതാണ്. രാമൻ പായസത്തിൽ നിന്നുണ്ടായതാണ്, എന്ന് വെച്ചാൽ ജലത്തിൽ നിന്നുണ്ടായതാണ്. രാമൻ അവസാനം ലക്ഷ്മണൻ കൂടി വിട്ടുപോയപ്പോൾ രാമൻ സരയൂ നദിയിൽ പോയി അതിൻ്റെ ഒരു ചുഴിയിലിറങ്ങി മുങ്ങി ഒഴുകി മറയുകയാണ് ചെയ്തത്. രാമൻ വെള്ളത്തിൽ പോയി. രാമനും ആത്മഹത്യ ചെയ്ത് അധികാരത്തിൽ നിന്ന് വിട്ടുപോവുകയല്ലാതെ വഴിയില്ലെന്ന് സീത കാണിച്ചു കൊടുത്തു. ആദ്യം കാട്ടിലേക്ക് രാമൻ്റെ പിറകെ സീത പോയി. അവസാനം ആത്മഹത്യ ചെയ്ത സീതയുടെ പിറകെ
രാമനും മരണത്തിലേക്ക് പോയി. ഇത് രാമായണത്തിലെ അതിമനോഹരമായ ഒരു സ്വാതന്ത്ര്യ പ്രതീകമാണ് സീത. അച്ഛനമ്മമാരില്ലാത്ത, വില്ലൊടിച്ച് രാമൻ നേടിയ, ലങ്കയിൽ നിന്ന് രാവണനെ തിരുത്തി നല്ലവനാക്കിയ, രാവണനെ കൊന്നു വീണ്ടെടുത്ത സീതയിൽ രാമൻ സംശയം ഉന്നയിച്ച, അതും അഗ്നിപരീക്ഷണത്തിലൂടെ തിരുത്തിയ, അവിടെ നിന്ന് അവസാനം രാമൻ്റെ രാജ്യത്തിൻ്റെ പേരിന് ഒരു കളങ്കമാകും താനെന്ന് കരുതിയപ്പോൾ രാമൻ ഉപേക്ഷിച്ചത് സ്വീകരിച്ച, മക്കൾ വയറ്റിലുള്ളതുകൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാതിരുന്ന, അവരെ വളർത്തി രാമനെ തിരിച്ചേൽപ്പിച്ച് രാമൻ വീണ്ടും അധികാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി മരിച്ച, ആ വഴി രാമനെയും കൊണ്ടുപോയ സീത ആദ്യം രാമൻ കാണിച്ച വഴിയെ നടന്നു, അവസാനം രാമൻ സീത കാണിച്ച വഴിയെ നടന്നു. ഇതാണ് രാമായണത്തിൻ്റെ സീത എന്ന കഥാപാത്രത്തിൻ്റെ മർമ്മമെന്നാണ് ഞാൻ കരുതുന്നത്. അത് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുക.